മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ മനം തകർന്നിടുമ്പോൾ സാന്ത്വന വചനമേകി നൽകിയ ചാരയുള്ള കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല, എൻ്റെ കർത്താവറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. കേട്ടുപതിഞ്ഞ ഈ വരികൾ ഇതാ നമ്മുടെ ഹൃദയങ്ങളെ തൊടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 25:12 കർത്താവിനെ ഭയപ്പെടുന്നവനാരോ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവിടുന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ തരും. കാരണം എന്താണ്? അവിടുന്ന് ദൈവമാണ്. ഓരോരുത്തരും നടക്കേണ്ട വഴി, ചെയ്യേണ്ട കാര്യം, ജീവിക്കേണ്ട ജീവിതം ദൈവം കാണിച്ചു തരും. ഇത് കണ്ട് എത്താതെ വരുമ്പോഴാണ് വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ അങ്ങയിലായിത്തീരുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. അനേകർ പറയുന്ന ഒരു കാര്യമാണ് അസ്വസ്ഥത. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന കാര്യം ഇന്നൊന്നുമില്ല, ഒന്നിലും തൃപ്തിയില്ല, സ്വസ്ഥതയില്ല, സമാധാനം ഇല്ല. യോഹന്നാൻ 14:1 വചനം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. മനസ്സ് കൈവിട്ട് പോയാൽ എല്ലാം പോയി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശു പറഞ്ഞു തന്ന 2 കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായി പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ വഴിയെ, ക്രൂശിതൻ്റെ വഴിയെ കുരിശുമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന തിരുരക്തത്തിൻ്റെ, ഉദ്ധാനത്തിൻ്റെ അഭിഷേകം എനിക്കും നിങ്ങൾക്കും ലഭിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ പോകുന്ന വഴിയെ പോകാനും, എല്ലാവരും പോകുന്ന വഴിയെ പോകാനായിട്ട് വിളിക്കപ്പെട്ടവരൊന്നുമല്ല നമ്മൾ. നമുക്ക് മാത്രമായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഓരോ കർമ്മമണ്ഡലങ്ങളുണ്ട്. അത് കണ്ടെത്താനായിട്ട് പരാജയപ്പെടുന്നവരാണ്. അപ്പോഴാണ് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ജീവിതം ഇങ്ങനെ വഴിമുട്ടുന്നു എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ അവസ്ഥ. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പലരും പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ചിലർ ഭയങ്കര ആക്ടിങ് ആണ്, എല്ലാം സേഫാണ് എന്ന് നടിക്കും. ഒരു കുഴപ്പവും ഇല്ല. അവർക്ക് മറ്റുള്ളവർ അറിയുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ പ്രശ്നങ്ങൾ അതിന് പ്രോബ്ലംസ് എന്ന് പറയും അല്ലേ? ഇംഗ്ലീഷിൽ PROBLEMS, പർപ്പസ്ഫുൾ റോഡ് ബ്ലോക്സ് ഓഫറിങ് ബെനിഫിഷ്യൽ ലെസൺസ് ടു എൻഹാൻസ് ദ മെൻ്റൽ സ്ട്രെങ്ത്. അതായത് നമ്മുടെ ഈ റോഡിലൊക്കെ ഹമ്പ് വെച്ചിട്ടുണ്ടാവും. നമ്മളാരെ കൊല്ലാൻ വേണ്ടിയല്ല വെക്കുന്നത്. പക്ഷേ വെളിവില്ലാതെ വന്നവൻ ഹമ്പും നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. അതുമേൽ വന്ന് തെറിച്ച് പോയിട്ട് അവിടെ ഇവിടെ അടിച്ച് വീണ് മരിച്ചവരുമുണ്ട്, അപകടം പറ്റിയവരുണ്ട്. ഹമ്പ് വെച്ചിരിക്കുന്നത് സ്പീഡൊക്കെ നിയന്ത്രിച്ച് പോകാനും കാൽനട യാത്രക്കാർക്കും മറ്റ് വളവും തിരിവുള്ളപ്പോൾ അവിടെ സേഫ്റ്റി മെഷറിന് വേണ്ടിയാണ്, സേഫ്റ്റിക്ക് വേണ്ടിയാണ് അത് വെക്കുന്നത്. അതും പാരയായി തീരുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് അത് ബലൂൺ പോലെ വീർപ്പിച്ച് ആകെ പരിഭ്രമിച്ചിരിക്കുന്നവരുണ്ട്. പ്രശ്നങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. എല്ലാം നമ്മളിങ്ങനെ നടിച്ച് മുന്നോട്ട് പോയാൽ നിഷ്ക്രിയത്വത്തിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ പ്രശ്നങ്ങളെയൊക്കെ ശരിയായിട്ട് നേരിടാൻ നമ്മൾ തീരുമാനിച്ചാൽ, ഈ ക്രിസ്ത്യാനുകരണം എന്ന പുസ്തകത്തിൽ 2-ാം പുസ്തകം 12-ാം വാക്യത്തിൽ പറയും, നീ സന്തോഷത്തോടെ കുരിശ് വഹിച്ചാൽ കുരിശ് നിന്നെ വഹിച്ച ലക്ഷ്യത്തിലെത്തിക്കും. സന്തോഷത്തോടെ അല്ല കുരിശ് വഹിക്കുന്നതെങ്കിൽ മറ്റനേകം കുരിശുകൾ വരും. ഓരോരുത്തർക്കും പല വിധത്തിലുള്ള കുരിശുകളാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. വിശുദ്ധ മാർ തെരേസയൊക്കെ പ്രശ്നങ്ങളെന്ന വാക്കേ പറയിപ്പിക്കത്തില്ല. മറ്റ് സഹോദരിമാർ വന്ന് മദറേ ഒരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് വരുമ്പോൾ അപ്പം തന്നെ പറയും
സമ്മാനം എന്ന് പറയാൻ വേണ്ടി പറയും. മദറിൻ്റെ ജീവിത വിശുദ്ധിയുടെയും വളർച്ചയുടെയും ഒരു നാഴികക്കല്ലായിരുന്നു. പ്രശ്നങ്ങളായി കാണാൻ, പ്രതിസന്ധികളായി കാണാൻ തീരുമാനിക്കാതെ എല്ലാത്തിനെയും വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വെല്ലുവിളികളായിട്ടാണ് വിശുദ്ധ മദർ തെരേസ സ്വീകരിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തുവിൽ നിന്ന് ലോകം വിളിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന പോലും സമാധാനത്തിൻ്റെ അംബാസഡർ എന്ന്, നല്ല പ്രകൃതി സ്നേഹി എന്നൊക്കെ അംഗീകരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്വന്തം അപ്പനാണ് ഉടുതുണി വരെയും ഉരിഞ്ഞു മേടിച്ച് അവകാശം പറഞ്ഞ് നഗ്നനാക്കി നിൽക്കേണ്ടി വന്ന മകൻ സ്ഥലത്തെ പിതാവിൻ്റെ വസ്ത്രം കൊണ്ട്, മെത്രാൻ്റെ വസ്ത്രം കൊണ്ട് നാണം മറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇനി മുതൽ എനിക്ക് സ്വർഗസ്ഥനായ പിതാവിനെ പിതാവേ എന്ന് സ്വതന്ത്രമായിട്ട് വിളിക്കാം. സ്വന്തം അപ്പനെ ശപിച്ചില്ല, കേസ് കൊടുത്തില്ല, ഉപദ്രവിച്ചില്ല. വേറെ വല്ലവരും ആണെങ്കിൽ ചിലരൊക്കെ അപ്പം തന്നെ പോയി കെട്ടിത്തുങ്ങി ചാകും. ഇതൊന്നും ഒരു പ്രതിവിധിയല്ല. ഭർത്താവിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. ഇത് നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല. ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർ എത്രയോ നാളുകളുണ്ട് അഭിമുഖീകരിക്കുകയും പരിഹരിക്കപ്പെടുകയും അതിലൂടെ പല നന്മകളും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഇതുപോലെ. അപ്പോൾ ജീവിതത്തിൽ പഠനത്തിൽ മാത്രം വിജയിച്ചവരല്ല ലോകത്തിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ പലരും. പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഒരെഴുത്തും കൊടുത്ത് പറഞ്ഞ് മടക്കി അയച്ച കുട്ടിയാണ് തോമസ് ആൽവ എഡിസൺ. ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ലൈറ്റ് പോലും വെളിച്ചം പോലും ഒരുപക്ഷെ നമ്മൾ കാണുകയില്ലായിരുന്നു. വൈദ്യുത ബൾബടക്കം ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ടും ആൾക്കാർ കളിയാക്കിയവരുണ്ട്. 10,000 ലോഹം പരീക്ഷണ വിധേയമാക്കിയിട്ടാണ് വൈദ്യുത ബൾബ് കണ്ടുപിടിക്കാൻ സാധിച്ചതെന്ന് ഒരു ശത്രു, ഒരു അസൂയക്കാരൻ അദ്ദേഹത്തിൻ്റെ അനുമോദന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തിയപ്പോൾ മറുപടി പ്രസംഗത്തിൽ തോമസ് ആൽവ എഡിസൺ പറഞ്ഞതെന്താണ്, 10,000 ലോഹങ്ങൾ പരീക്ഷണ വിധേയമാക്കി, പക്ഷേ അതിൽ 9,999 എണ്ണം കരണ്ട് ലൈറ്റ് കത്തിക്കാൻ പറ്റിയതല്ല എന്നുകൂടെ ഞാൻ തെളിയിക്കാൻ. ടങ്സ്റ്റൺ എന്ന ലോഹമാണ് അതിനുപകാരപ്പെട്ടത് എന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വരുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികളിലൂടെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എല്ലാം ഭദ്രമെന്നും ശുഭമെന്നും അല്ലെങ്കിൽ ഒളിച്ചിരിക്കാനൊക്കെ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളെ തളർത്തുകയല്ല, കോവണിപ്പടികൾ പോലെ അവ നമ്മെ വളർത്തുകയാണ് വേണ്ടത്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്കും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും ശാക്തീകരണത്തിനും അവ പ്രയോജനപ്രദമാക്കി മാറ്റുവാനായിട്ട് സാധിക്കണം. വേറെ ചിലർ അപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെയാണ് ആക്ട് ചെയ്യും, കുഴപ്പമൊന്നുമില്ലെന്ന് അഭിനയിക്കാനായിട്ട് ശ്രമിക്കും. ഓട്ടോ പക്ഷിയുടെ കഥ പോലെ ശത്രുക്കളെ കാണുമ്പോൾ കൊഴി ഒഴിച്ച് തല അതിൻ്റെ അകത്ത് ഇറക്കി വെക്കുമെന്നാണ് പറയുന്നത്. വലിയ ശരീരമുള്ള ജീവി തല കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതുപോലെ അഭിനയിച്ച് ജീവിക്കുന്നവരുണ്ട്. ആരോടും ഒന്നും തുറന്നും പറയത്തില്ല, കുമ്പസാരിക്കയില്ല, കൗൺസിലിങ്ങും ചെയ്യില്ല. ഫലമോ സൈക്കോസോമാറ്റിക് ഡിസീസ്. ഇതാ മനസ്സിൻ്റെ വേദനകൾ അല്ലെങ്കിൽ ശരീരത്തെ, ആത്മാവിനെ അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ തകർത്ത് കളയുന്ന അവസ്ഥകൾ, മുഴ, കുരു, ചോള, ക്യാൻസർ പോലും ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. 175-80% ഈ മനസ്സിനുണ്ടാകുന്ന അല്ലെങ്കിൽ ജീവിത നൈരാശ്യം, മടുപ്പ് ഇതെല്ലാം ഒളിച്ചൊളിച്ച് വെച്ച് ആരോടും തുറന്നു പറയാതെ ഉള്ളിലൊതുക്കുന്ന, പലതും തുറന്നു പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞു പരത്തി നാണം കെടുത്തി മറ്റുള്ളവരെ നമ്മളെ നാണം കെടുത്താനല്ല. ഇതാ തുറക്കേണ്ടടുത്ത് തുറക്കണം, മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തണം. രണ്ടാമത്തെ കാര്യമാണ് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക. ചിലർ ചെയ്യുന്ന കാര്യം ഇതാണ്, പ്രയാസമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോട്ടം നടത്താനായിട്ട് ശ്രമിക്കും. പല വിധത്തിലാണ് പലരും ശ്രമിക്കുന്നത്. അപ്പോൾ ഫ്ലീറ്റ് അതിൽ നിന്ന് ഓടിപ്പോവുക. രണ്ടാമത്തത് ഫോർഗെറ്റ് ഇറ്റ്, അതായത് അതിൽ നിന്ന് അത് വിസ്മരിക്കുക എന്ന് പറയും അല്ലേ. ഇങ്ങനെ പലതരത്തിലാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ എസ്കേപ്പിസം ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മൾ മാറ്റം വരുത്തി നല്ല വ്യക്തിത്വമുള്ളവരായി. ചിലർ വീടും നാടും വിട്ട് ഒളിച്ചോടിപ്പോവും. അങ്ങനെയുള്ളവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചില കേസുകളൊക്കെ വന്നിട്ടുണ്ട്. 12 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരാൾ മരിച്ചെന്നും പറഞ്ഞ് വീട്ടിൽ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന സംഭവങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലത് അറിയാം. അപ്പോൾ പ്രതിസന്ധികളെ നേരിടാൻ പറ്റാത്തത്, സദുദ്ദേശത്തോടെ നേരിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റം വരുത്തണം. പിന്നെ ചിലർ മദ്യപാനത്തിലേക്കൊക്കെ ഓടിപ്പോകും. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു മനക്കരുത്ത് നമുക്കുണ്ടാകണം.
പോൾ ടൂർണിയർ എന്ന് പറഞ്ഞ ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പോൾ ടൂർണിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: ചിലർ സ്വപ്നലോകത്തേക്ക് പലായനം ചെയ്യും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പുപ്പാനൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം തപ്പി നോക്കിയാൽ തഴുമ്പൊന്നും കഴിയില്ല. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീമ്പടിച്ച് നടക്കുന്നവർ, പണിക്കും പോകില്ല, വേലക്കും പോകത്തില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ജോലിക്ക് പോകത്തില്ല, സ്ത്രീകളാരും ജോലിക്ക് പോയിട്ടില്ല, ആണുങ്ങളെല്ലാം കുടുംബസ്വത്ത് കൊണ്ട് കഴിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ വല്ലതും ഉണ്ടായില്ല. മക്കളും ഈ നയം തന്നെ അംഗീകരിച്ചാൽ മുടിഞ്ഞ് കുത്തുവാളെടുത്ത് പാപ്പരായി പോകുന്ന അവസ്ഥയിലായിത്തീരും. അപ്പോൾ യഥാർത്ഥങ്ങളെ സാങ്കല്പിക ലോകത്തിൽ ചലിച്ചുകൊണ്ട് നമ്മൾ പഴയ കാലങ്ങളിലേക്ക് ജീവിക്കാനുള്ള താല്പര്യം. വേറെ ചിലർ ഈ ഭൂതകാല അല്ലേ, ഭൂതം, ഭാവി, വർത്തമാനം എന്ന് പറയും, അതിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് പോയിട്ട് ആ അന്നത്തെ നേട്ടങ്ങളെയും അല്ലെങ്കിൽ ആ മികവുകളെല്ലാം ഇങ്ങനെ താലോചിച്ച് അതും വെച്ച് മാത്രം ഇരിക്കുന്ന അവസ്ഥ. വേണ്ടതൊന്നും ചെയ്യൂല. ഒരു ചേച്ചി എനിക്കറിയാം, അവിടെ വരുമായിരുന്നു, എന്ത് പറഞ്ഞാലും പറയും ഞാൻ BCom ആണ്, അയാൾ 10ാം ക്ലാസ്സാണ്, ഞാൻ BCom ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ വീട്ടിലുള്ളവർ എങ്ങനെ ജീവിക്കണമെന്ന് ഓർത്ത് പോകും. BCom ഇത്രയും വലിയ അതിന് ഞാൻ വില കുറച്ച് കാണുകയല്ല, സംഗതിയാണെന്ന് പറഞ്ഞു എന്നിട്ട് അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വല്ല ജോലിക്കും പോയിട്ടുണ്ടോ? ഒന്നും പോയിട്ടില്ല. എന്ത് പറഞ്ഞാലും ഞാൻ BCom ആണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഞാനൊരു മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അയാൾ 10ാം ക്ലാസ്സാണ്, കൂട്ടത്തിൽ കൊത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ പൊങ്ങച്ചങ്ങൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അയവിറക്കി കൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലർ അതിനേക്കാൾ കഷ്ടമാണ്, രോഗങ്ങളിലേക്ക് വഴുതിമാറും. ഈ സൈനസൈറ്റിസ്, അതുപോലെ മൈഗ്രെയിൻ, തലവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വേറെ ചിലർക്ക് ഇങ്ങനെ ടെൻഷനങ്ങ് കൂടി വന്നിട്ട് ബോധക്ഷയം ഉണ്ടാകും. പോൾ ടൂർണിയർ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞൻ്റെ വാക്കുകളാണ് കേട്ടോ. ബ്രദറിനെ തല്ലാൻ വരരുതേ, ചീത്ത വിളിക്കരുതേ. അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ. അപ്പോൾ പിന്നത്തെ ഇതാണ് തലവേദന, ബോധക്ഷയം, അവയവങ്ങൾക്ക് ബലക്ഷയം. ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ വേണ്ട പോലെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ നീളക്കുറവ്, ബലക്കുറവ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കുന്ന അവസ്ഥകൾ. അമിതമായിട്ട് നാർസിസം, സ്വയം ആരാധന, അവനവനെ തന്നെ കണ്ണാടിയിൽ കൂടുതൽ നോക്കുക, അവനവനെ തന്നെ ഫോട്ടോകളെടുത്ത് പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചിലതരം രക്ഷപ്പെടലുകൾ, വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദുശീലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ നമ്മളാ തള്ളിവിടുന്ന അവസ്ഥ. ചിലർ നിഷ്ക്രിയത്വത്തിലേക്ക്, പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക്, ഒന്നും ചെയ്യാൻ ഉത്സാഹമില്ലാതെ ഇരിക്കുന്നു. മദ്യക്കുപ്പിയും വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എത്തി ഇന്ന് രാസലഹരി വരെ എത്തി. അത്രയും പോലും ആയുസില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അവയവങ്ങളൊക്കെ ദ്രവിച്ച്, അല്ലെങ്കിൽ ഞരമ്പുകളൊക്കെ പൊടിഞ്ഞ്, അല്ലെങ്കിൽ ബ്ലോക്കുകളൊക്കെ ആയി അവരവർക്കും മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല. ഇങ്ങനത്തെ അവസ്ഥയിൽ വേറെ ചിലർ ആത്മഹത്യയിലേക്ക് ഓടിപ്പോകുന്നവരാണ്. സാഹചര്യങ്ങളെ നേരിടാനായിട്ട് പറ്റാതെ അവർ ഇങ്ങനെ ഓടുന്നവരുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ യഥാർത്ഥമായിട്ട് അവയെ നേരിടുമ്പോൾ മാത്രമാണ് നമുക്ക് അവയിൽ നിന്ന് പലതും, ഈ ലോകത്തിന് പല പാഠങ്ങളും കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാകണം. അപ്പൻ പണ്ടേ മരിച്ചുപോയി, അമ്മ വേറെ ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ആരാ? രാത്രിയിൽ എഴുന്നേറ്റ് കരഞ്ഞ് മുന്നോട്ട് വരുന്ന കുഞ്ഞിനോട് അമ്മാമ്മ പറയും, ദൈവം നിന്നെ നോക്കും. ആ കുഞ്ഞാണ് നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൺ. വലിയ മഹാന്മാരും വിശുദ്ധന്മാരും ഒക്കെ കടന്നു വന്ന വഴികൾ ഇങ്ങനെ പറയും. എൻ്റെ ഒപ്പം പറയാറുള്ള വാക്കാ, തീയിൽ കുതിർത്തത് വെയിലത്ത് വാടത്തില്ല എന്ന്. അല്ല, ഈ അമേരിക്കയിൽ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ ആ ഞായറാഴ്ചയിലെ കുർബാനക്ക് വന്ന വൈദികൻ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ ബാക്കി വെച്ച, എല്ലാം വെന്തെരിഞ്ഞു, വീടുകളും സാധനങ്ങളും എല്ലാം. അപ്പോൾ അച്ഛൻ വന്നത് ഒരു ഫ്ലവർ വാസുമായിട്ടാണ്. അപ്പോൾ ജനങ്ങളോട് ഇത് ഉയർത്തിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു, പ്രസംഗമധ്യേ ചോദിച്ചു, ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? അപ്പോൾ പലരും പല മറുപടി പറഞ്ഞു. പക്ഷേ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, തീയിൽ കുറുത്തത് വെയിലത്ത് വാടത്തില്ല. അത് ഒരിക്കൽ അഗ്നിശോധനയിലൂടെ ഈ മൺപാത്രം, ഈ ഫ്ലവർ പോട്ട് കടന്നു പോയതാണ്. അതുകൊണ്ട് ഈ അഗ്നിയിൽ കിടന്നിട്ടും അതിനൊരു നാശനഷ്ടവും വന്നില്ല. അത് അതേപോലെ തന്നെ ഇരിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇതുപോലെ വിഷമിക്കുന്ന മറ്റുള്ളവരെ ഓർക്കാനും സഹായിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും. എൻ്റെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിലൊക്കെ പട്ടിണിയും വയറുമുറുക്കി ഉടുത്ത് നടക്കേണ്ട അവസ്ഥകളും ഒത്തിരി
ഇല്ലായ്മകളിലൂടെ കടന്നുപോയ അപ്പച്ചൻ്റെ മദ്യപാനവും അടിക്കടി കുടുംബത്തിലെ രോഗങ്ങളും വളരെ ഞെരുക്കങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞ ഈ ശുശ്രൂഷ കഴിഞ്ഞ 3-4 വർഷത്തോളമായിട്ട് വഴിയേരിൽ കിടക്കുന്നവർ ആരും പോലും ഇല്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത, നോക്കാത്ത, ബുദ്ധിഭ്രമം ബാധിച്ച, തെരുവിലും കടക്കണകളിലൊക്കെ കിടക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണപ്പൊതികൾ ഇപ്പോൾ ഇതിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടണമെന്ന് തോന്നി. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള, മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഈ ലോകം നന്നാകൂല, ലോകം നന്നാക്കാൻ ഇറങ്ങിയേക്കണേ പലരും കമൻറ്റ് പറയും. അതവിടെ കിടക്കും. തന്നാൻ കുഞ്ഞും തന്നാലാവുന്നത് പറഞ്ഞതുപോലെ നമ്മൾ വിശന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു വിശപ്പിൻ്റെ വിളി എന്ന ഒരു പ്രോഗ്രാമിലൂടെ അനേകർക്ക് വിശന്ന് വലയുന്ന നഗരത്തിൽ ഇപ്പോൾ ഭയങ്കര ചൂടായി. ഈ ചൂട് സമയത്ത് പോലും ഇനി ഭക്ഷണം കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ ഓർത്ത് ഇനി വെള്ളം എവിടെ നിന്നെങ്കിലും കുടിക്കാമെന്ന് വെക്കാം. അപ്പോൾ അങ്ങനെ തന്നാൽ സാധിക്കുന്ന രീതിയിൽ അഭ്യുദയകാംക്ഷകളിലൂടെ നിയോഗങ്ങൾ വെച്ചൊക്കെ ഇതെല്ലാം എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും അവരൊക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കുക. എന്തെങ്കിലും പ്രയാസമോ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടും, പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരുണ്ട്. കാര്യമൊന്നുമില്ല എന്ന് പലർക്കും അറിയാമെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞു ഫലിപ്പിച്ച് അവർ കാരണം, ഇവർ കാരണം, മരിച്ചുപോയവർ കാരണം, കുടുംബസ്വത്തില്ലാത്തത് കാരണം, വീട്ടുകാർ സഹായിക്കാത്തത് കാരണം, എന്തിനാ നീ അവരുടെ ഇവിടെ നോക്കിയിരിക്കണ? ഇതാ എര തേടി പിടിക്കാൻ കഴിവുള്ള നീ ചത്തതിനെ ഭക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് കുടുംബസ്വത്തും നോക്കി കാലാകാലം ഇരുന്നാൽ എന്തോരം ബുദ്ധിമുട്ട് മാറും. അതുപോലെ ആത്മീയ ഗുരുക്കന്മാരെയും സഭാ ശുശ്രൂഷകരെയും കുറ്റപ്പെടുന്നവരും ദുഷിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. അവരെല്ലാം നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്. അതുകൊണ്ട് നന്മയുണ്ട്, ബലഹീനതകളും കുറവുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരിലെ നന്മ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തവർ മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ തിരുത്താനോ അഭിവൃദ്ധി പ്രാപിക്കാനോ അവർക്ക് സാധിക്കത്തില്ല. അമ്മ കാരണം, അപ്പം കാരണം, വീട്ടുകാർ കാരണം, അയൽവാസി കാരണം, ഈ സ്ഥലം കാരണം, ഈ നാട് കാരണം, ഈ ജാതി കാരണം എന്നൊക്കെ പറയും. ജാതി മതം ഒന്നും പറയണ്ട, എല്ലാത്തിലും ഉണ്ട് നല്ല മനുഷ്യൻ. രാഷ്ട്രീയ പാർട്ടികളിലായാലും അടച്ച് ആക്ഷേപിക്കണ്ട, അതുപോലെ മതപരമായ കാര്യങ്ങളിലായാലും അടച്ച് കരുവാരിത്തേക്കണ്ട. എല്ലാത്തിലും നല്ല മനുഷ്യരും ഉണ്ട്. നല്ലതായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടായിട്ട് നന്മയുടെ മൂടുപടം അണിഞ്ഞ് തിന്മയിൽ ഒളിച്ചിരിക്കുന്നവരും ആരും കാണുന്നില്ല, അറിയുന്നില്ല എന്ന് കരുതി അങ്ങനെ പ്രവർത്തിക്കുന്നവരും ഉണ്ട്. അടുത്തൊരു കാര്യമാണ്, വേറെ ആരെങ്കിലും തൻ്റെ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാനായിട്ട് കാത്തിരിക്കുക. ഒന്നും സ്വയമേ ചെയ്യുകയോ നിശ്ചയിക്കുകയോ ചെയ്യാതെ എപ്പോഴും മറ്റുള്ളവർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഉണ്ട്. മറ്റുള്ളവരാണ് എല്ലാത്തിനും കാരണക്കാർ. അപ്പോൾ പണ്ട് മുതലേ എല്ലാം ചെയ്ത് കിട്ടി മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയോ സഹായിക്കുകയോ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ബുദ്ധിമുട്ടാതിരിക്കുന്നവരുണ്ട്. എല്ലാം ആരെങ്കിലും ചെയ്തു കൊടുക്കണം. ഇനി അന്വേഷിച്ച് കഷ്ടപ്പെട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടി ഒരു ജോലിക്ക് കൊടുത്താൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ഇത്തിരി ദിവസം കഴിയുമ്പോൾ ഒന്നിലും പൂർണ്ണമായിട്ട് നിൽക്കത്തില്ല. എല്ലാത്തിൻ്റെയും പുറകെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഓടിയെത്തിയേക്കും, പക്ഷെ ഒന്നും പൂർത്തീകരിക്കത്തില്ല. ഒരു സ്പൂൺ ഫീഡിങ് പോലെ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മാറ്റം വരുത്തണം. വേറെ ചിലരുണ്ടും മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി 30 വർഷമായി ഇപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കിടക്കപ്പുറത്ത് ഇല്ല. ഒരു നന്മയും അവർക്കില്ലേ, എല്ലാത്തിലും കുറവുകൾ മാത്രം. അതുപോലെ ഭാര്യനെയും മരിച്ചുപോയ അവരുടെ അപ്പനെയും അമ്മനെയും ചീത്ത പറയുന്നവരും കിടക്കപ്പുറത്ത് കൊടുക്കാത്തവരും ഉണ്ട്. അപ്പോൾ ഒരു സഹോദരി പറഞ്ഞു നോക്കുക, ബ്രദറെ എല്ലാം സഹിക്കുക, പക്ഷേ ചത്തുപോയ അപ്പനെയും അമ്മനെയും അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ആങ്ങളെയും അവൻ ചോരനീരാക്കിയതെല്ലാം ചെയ്തത് ഇതാ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനാ വലിയ ആൾ, അല്ലെങ്കിൽ ഈഗോ, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഇതൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരെ എപ്പോഴും വിമർശിക്കുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനത്തെ അവസ്ഥകൾ, ഈ സ്വഭാവങ്ങളെല്ലാം മാറ്റണം. ഒരു പോസിറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ സർഗാത്മകമായിട്ട് എല്ലാത്തിനെയും നേരിടാനുള്ള ഒരു സാധ്യത നമ്മിലുണ്ട്. നമുക്കിങ്ങനെയുള്ള പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മാറ്റം വരുത്തണം. നമ്മുടെ വ്യക്തിത്വം
വിളിച്ചറിയിക്കുന്നതായിരിക്കും നമ്മുടെ ഈ നെഗറ്റീവ് സ്വഭാവങ്ങൾ. ഒരാൾ എങ്ങനെയാണെന്ന് അറിയുന്നത് അയാൾക്കടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് മുഴുവൻ സാധിച്ചിട്ട് ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അപ്പോൾ നാം ആഗ്രഹിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല. അതുപോലെ നാം ആഗ്രഹിക്കാത്ത ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അല്പം മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതുപോലൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കാത്ത പലതും ഇതാ അപരിചിതനായ വിരുന്നുകാരനെ പോലെ മരണത്തിൻ്റെ രൂപത്തിൽ, അപകടത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ രൂപത്തിൽ എല്ലാം അങ്ങനെ പലവിധ തകർച്ചകളായിട്ട് കടന്നു വരും. അതുകൊണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാകാം, പരീക്ഷാ വിജയം, ജോലി, വിവാഹം, വീട്. പക്ഷേ ഈ ഗ്രാഫ് ഇങ്ങനെ കയറി ഇറങ്ങി അപകടം, രോഗം, മരണം, പ്രിയപ്പെട്ടവരുടെ വേർപാട്, പ്രകൃതി ദുരന്തങ്ങൾ, തൊഴിൽ നഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വശത്ത് നെഗറ്റീവും ഒരു വശത്ത് പോസിറ്റീവുമായിട്ട് ഇതെല്ലാം ലഘൂകരിച്ച് കൊണ്ടുപോകാൻ പ്രാർത്ഥനയും അതുപോലെ നമ്മുടെ അധ്വാന നമ്മൾ ഉപയോഗിക്കണം. വെറുതെ കൈയും കെട്ടി ഇരുന്നിട്ട് കാര്യമില്ല, ആരും കൊണ്ടുവന്ന് തരാനില്ല. അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ സാധിക്കുന്ന ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും ആവശ്യമായ കാര്യങ്ങൾ, ആത്മീയ അഭ്യാസങ്ങൾ, ധ്യാനങ്ങൾ, പ്രാർത്ഥന, കൗൺസിലിങ്, കുമ്പസാരങ്ങൾ, ഇങ്ങനെ 1000 വഴികൾ. ഒന്ന് വിരൽത്തുമ്പിൽ തന്നെ യൂട്യൂബിലൂടെയൊക്കെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ, പ്രസംഗങ്ങൾ, ധ്യാനങ്ങൾ എല്ലാം ഉണ്ട്. അത് തപ്പി അവസാനം ഇന്ന് നെഗറ്റീവായി തീർന്ന OCD എന്ന് പറയും, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ചീത്ത കാര്യങ്ങൾ, ചീത്ത കേൾവികൾ, തർക്കശാസ്ത്രങ്ങളൊക്കെ കേട്ട് നല്ലതിൻ്റെ പുറകെ പോയി ചീത്ത എന്നാൽ ഒന്ന് കേട്ട് നോക്കാം അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് തിന്മയുടെ ബന്ധനത്തിലായി തീർന്നവരുണ്ട്. അപ്പം നല്ല വ്യക്തിത്വമുള്ളവരായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കാത്ത പലതും കടന്നു വരും. പക്ഷേ അവിടെയും നമ്മൾ ചിന്തിക്കണം, ദൈവം അറിയാതെ നമ്മുടെ ഉടമസ്ഥൻ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഒരു മനുഷ്യൻ വന്നത് ഞാൻ ഓർക്കുക, അയാളുടെ ഭാര്യ ഭയങ്കര സ്നേഹനിധിയായ ഒരു ഭാര്യ, ഒരു കുടുംബമായിരുന്നു. അയാൾക്ക് 2 മക്കളുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞ ഇതാണ്, എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അതുപോലെ ഈ മക്കളോട് രണ്ടുമുള്ള ജോലികളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ചെയ്ത് പറ്റുന്നതുപോലെ പ്രാർത്ഥനയും ധ്യാനവും എല്ലാം കൂടി, ഒരു പരാതിയോ പിറുപിറുപ്പോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ മുന്നിലിരുന്ന് കരയുന്നത് കണ്ടിട്ട് മരിച്ച് ഇത്രയും വർഷമായിട്ടും തൻ്റെ പ്രിയതമ ഇപ്പോഴും കൂടെ ഉള്ളതുപോലെ അവളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ദൈവഭക്തിയിൽ ജീവിക്കുന്ന, ദൈവത്തെ കുറ്റപ്പെടുത്താതെ ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ ആത്മീയത കണ്ട് ഞാൻ അതിശയിച്ചു പോയി. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചിരിക്കും, നമ്മുടെ തിരഞ്ഞെടുപ്പാണ് പ്രധാനം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ അനുഭവങ്ങളെയും ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ്. ഹൃദയം കൊണ്ട് ഇതിനെല്ലാം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. പിന്നെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ മുന്നിൽ ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കണം. ബൈബിളിൽ കാണുന്നുണ്ട്, ഗോലിയാത്ത് എന്ന ആ മല്ലനെ, ഫിലിസ്ത്യ സൈന്യത്തിലെ ഗോലിയാത്ത് എന്ന ആ മല്ലനെ ഇതാ പരാജയപ്പെട്ടു നിന്ന ഇസ്രായേൽ രാജാവും അനുചരന്മാരും. എന്നാൽ അതിനു മുമ്പിൽ ഇടയച്ചെറുക്കനായ ദാവീദ് ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ് ഗോലിയാത്ത് എന്ന ആ മല്ലനെ, ആ ഭീമനെ കീഴടക്കി ഇസ്രായേലിന് വിജയം നേടിക്കൊടുക്കുകയാണ്. ദൈവത്തിൽ ഞാനും നിങ്ങളും ആശ്രയിച്ചാൽ മല പോലെ വന്നാൽ അത് കാറ്റുപോലെ പോകും, ഇല്ലെങ്കിലോ അത് നമ്മളെയും കൊണ്ടേ പോകും, ജീവിതത്തിൽ ഏത് കാര്യമായാലും. അപ്പോൾ എവരി ലോക്ക് ഹാസ് എ കീ, ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണിത്. ഓരോ താഴിനും ഓരോ താക്കോലുണ്ട്. അതുപോലെ ഓരോ പ്രശ്നത്തിനും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥനയും ദൈവാനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നത്. പ്രതിബന്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മുമ്പിൽ പതറിപ്പോകാതെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്? ജീവിത വിജയം കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. വചനത്തിൽ പറയുന്നുണ്ട്, ഏശയ്യ 52:12, നിങ്ങൾ തിടുക്കം കൂട്ടുകയോ വേഗം ഓടുകയോ വേണ്ട, കർത്താവാണ് നമ്മുടെ കാവൽക്കാരനെന്ന്. അതെ, നമ്മൾ തിടുക്കം കൂട്ടിയത് കൊണ്ടോ വേഗം കൂടിയത് കൊണ്ടോ വല്ലതും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ കാണിച്ചു കൂട്ടാനോ ചെയ്യാനോ ഒരുപക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. അപ്പോഴും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച്
യെശയ്യാപ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് 29 മുതലുള്ള വാക്യങ്ങളിൽ, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, അവർ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. അതുകൊണ്ട് ഓടേണ്ട കാര്യങ്ങൾ ഉണ്ടായേക്കാം, ചിലത് നടന്നു തീർക്കേണ്ട കാര്യമായിരിക്കാം. എങ്ങനെയാലും കാല് കിഴക്കും, ഓടിയാലും നടന്നാലും അവർക്ക് ക്ഷീണം ഉണ്ടാകില്ല. കാരണം കർത്താവാണ് അവിടെ. ഞാൻ തനിയെ ചെയ്യുന്നു, എനിക്കിങ്ങനെയാണ്, എന്തുകൊണ്ട് വന്ന്, ഇനി ഈ മനുഷ്യൻ മാറാൻ പോകുന്നില്ല, ഞാൻ തന്നെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇങ്ങനത്തെ തെറ്റായ ചിന്തകൾ തലേന്ന് കളഞ്ഞുകൊണ്ട് ദൈവമേ നീ എന്നെക്കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കുന്നല്ലോ, ഞാനിത് ചെയ്യുമ്പോൾ നീ എന്നെ സഹായിക്കുന്നല്ലോ, ദൈവമേ എൻ്റെ ഈ പങ്കാളി കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ദൈവമേ നീ കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ജീവനോടെ ഇരിക്കുന്നല്ലോ, കഴിഞ്ഞ രാത്രി എത്രയോ മനുഷ്യർ കടന്നുപോയി, ഇച്ചിരി പോരായ്മകളുണ്ടെങ്കിലും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ മക്കൾ ഇതുവരെ വളർത്തിയ അവസ്ഥയിലല്ല, അവർ വഴിതെറ്റി പോകുമ്പോഴും ദൈവമേ നീ അവരെ കാത്തോളണമേ. എൻ്റെ കൈവിട്ട അവസ്ഥയിലാണെങ്കിലും നിനക്കത് സാധിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി സ്തുതിയും പറഞ്ഞു പ്രാർത്ഥിക്കുക. ഇതുപോലെ നിരന്തരമായി പരിശ്രമിച്ചിട്ടും ജോലി കിട്ടാതെ വിഷമിക്കുമ്പോഴും മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന ആ വചനം നിങ്ങൾ ഓർക്കുക. അതുപോലെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന വചനം ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണോ? നിരന്തരമായ പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടാകണം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ തറവാട്ടിലായിരിക്കുമ്പോൾ എത്രയോ വർഷം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച കണ്ണുനീരൊഴുക്കിയ കാര്യമാണ് പഴയ ഓട് വീടിൻ്റെ സ്ഥാനത്ത് വെറും 90 ദിവസം കൊണ്ട് കെട്ടഴിച്ച് വിട്ടതുപോലെ പ്രശാന്തച്ചൻ വന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് പഴയ വീടിൻ്റെ ഓട് ഒരെണ്ണം ഇളക്കി തന്നിട്ട് അച്ഛനത് പ്രാർത്ഥിച്ചിട്ട് പോയി. കയ്യിൽ ഒന്നയാ പൈസ ഇല്ല ആ സമയത്താണ്. പക്ഷെ ഒരു പുരോഹിതനെ നിർത്തിക്കൊണ്ട് അച്ഛനിലൂടെ ആരംഭിച്ചു വെച്ച ആ കർമ്മം ദൈവം അത് 90 ദിവസം കൊണ്ട് മനോഹരമായ ഭവനം പണി തീർന്നു. ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കാഴ്ചവെച്ചുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അത് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചവരെ ഓർത്ത് ഇപ്പോഴെന്ന പോലെ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കാതെ ദൈവത്തിന് അവരുടെ ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്ത് ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ദൈവശക്തി തരും. അങ്ങനെ മുന്നോട്ട് പോകാം. ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. മരിച്ചവരെ ഉയർപ്പിച്ച, വെള്ളത്തിന് മീതെ നടന്ന, അന്ധൻ്റെ കണ്ണു തുറന്ന, ചെകിടൻ്റെ കാത് തുറന്ന, എഫാത്ത തുറയപ്പെടട്ടെ, ഊമൻ്റെ നാവിൻ്റെ കെട്ടഴിച്ച, ചെകിടൻ്റെ കാത് തുറന്ന, പിശാചിനെ പുറത്താക്കി ബാലനെ സുഖപ്പെടുത്തിയ, അപ്പം വർദ്ധിപ്പിച്ച, അപ്പോസ്തലന്മാരിൽ നിറഞ്ഞു പ്രവർത്തിച്ച, അപ്പോസ്തലന്മാരുടെ കരങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ച ആ യേശു, ആ വചനം, ഇന്നും ജീവിക്കുന്ന വചനം, ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണെന്ന് പറയുകയും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിലൂടെ നിങ്ങളെ ഉരുക്കി വാർക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആ വചനം യോഹന്നാൻ 6:61 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവമേ ഈ വചനം കേൾക്കുന്ന മക്കളുടെ മേൽ ആത്മാവിനെ ഏൽക്കണമേ. ഒത്തിരി നാളായിട്ട് ജീവിത നൈരാശ്യം, പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥ, കടിച്ചമർത്തിയ ദുഃഖങ്ങൾ, ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, മുറിയടച്ച് സദാസമയം ഫോണും വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, കണ്ടത് തന്നെ പിന്നെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നാളെ ആകട്ടെ, പോസ്റ്റ് പോൺ ചെയ്ത് പിന്നെ ആകട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു തരട്ടെ, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, ആ നിഷ്ക്രിയത്വം മാറ്റി കൊടുക്കണമേ. ഇന്നു മുതൽ എനിക്ക് സാധിക്കും, ഞാൻ ചെയ്യും. ഇറങ്ങുക, കാത്തിരിക്കാതെ ഇന്ന് തന്നെ ഇറങ്ങുക, മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ നിരാശയും ഉൾവലിയലും അസ്വസ്ഥയെല്ലാം മാറിപ്പോവും. നല്ലൊരു വ്യക്തിത്വമുള്ളവരായി യേശുവിൻ്റെ സാക്ഷ്യോപകരണങ്ങളായി മാറും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇതിലൂടെ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കിട്ടിക്കോളും. ഷെയർ ചെയ്യാം, അനേകർക്ക് പ്രയോജനപ്പെടും. ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ അതുവഴി നിങ്ങൾ രക്ഷപ്പെടുന്നത് പോലെ മറ്റുള്ളവർ രക്ഷപ്പെടുന്നത് വഴി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരും. നിങ്ങളുടെ കമൻറ്റുകൾ അയക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക. അങ്ങനെ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.